സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ മ്യൂസിക് റിയാലിറ്റി ഷോ ഗുഡ്നസ് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അല്ലേ? അന്ന് ഇത് ഫസ്റ്റ് വോയിസ് ഓഫ് ഗുഡ്നസ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി പ്രോഗ്രാം സ്വീകരിച്ചിരുന്നു. ആ ഒരു വിജയം മനസ്സിലാക്കിയത് കൊണ്ടാണ് സീസൺ 1 കഴിഞ്ഞതിന് ശേഷം സീസൺ 2, പിന്നാലെ നമ്മളിപ്പം സീസൺ 3യും നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ഗുഡ്നസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ സീസൺ 3യില് സാധാരണ സീസൺ 1ലൊക്കെ നമ്മൾ കണ്ടപ്പം കേരളത്തിനകത്തു നിന്നുള്ള പല പല ഇടവകയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു പങ്കെടുക്കാൻ എത്തിയിരുന്നത്. എന്നാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം അതാണ് ഇന്നിപ്പോ ലോകത്ത് പല രാജ്യത്തു നിന്നുമുള്ള കുട്ടികളാണ് ഇന്ന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഗുഡ്നസ് ടിവി ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ലോകത്തെ പല സ്ഥലത്തിരുന്നുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ പങ്കെടുക്കാനായിട്ട് അവർ അവിടെ നിന്നും എത്തുന്നു. അതിനു വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഒരു എന്താ പറയാ, അതിനായിട്ടുള്ള ഒരു കഷ്ടപ്പാടായിക്കോട്ടെ, ഇതെല്ലാം എത്ര വലിയ കാര്യമാണല്ലേ. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങൾ എത്തുന്നത്? ദൈവത്തിനെ വാഴ്ത്തിപ്പാടുന്ന ഈ മനോഹരമായ ഗാനങ്ങൾ അത് ആലപിക്കാനായി, ആ ഒരു മത്സരവേദിയിൽ പങ്കെടുക്കാനായി വരുന്ന കുരുന്ന കുട്ടികളുടെ ഈ വേദിയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജ് ഏട്ടാ, സ്വാഗതം. സിസ്ലി, സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. ഗുഡ്നസ് ബാൻഡിനെയും കൂടി നമുക്ക് വെൽക്കം ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാണാനായിട്ട് ഇന്ന് മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഗുഡ്നസ് ടിവിയുടെ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജെയിംസ് കല്ലുങ്കൽ. ഫാദർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇവിടെ ഈ സ്റ്റേജ് എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് ആരാന്ന് നോക്കാം. സേറ എലിസബത്ത് ആണ് ഇന്ന് മത്സരിക്കാനായി ആദ്യം വേദിയിലേക്ക് എത്തുന്നത്. സേറക്കുട്ടി, നല്ല രസമുണ്ടല്ലോ ഡ്രസ്സൊക്കെ കാണാൻ. മോളുടെ വീട് ഞാൻ മറന്നു. എവിടുന്ന്? ആലുവ. ഓക്കെ. സ്കൂളിൽ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് എന്താ? മാത്സ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ മോൾ എപ്പോഴും പാട്ടും ഇങ്ങനെ കൂടെ സ്റ്റഡീസിന്റെ കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണോ? അതെ. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. ഓക്കെ. കുറെ വർഷങ്ങളായിട്ട്? 3 വർഷമായി. ഓക്കെ. അപ്പം 3 വർഷമായിട്ട് പഠിക്കുമ്പോൾ മോള് സ്കൂളില് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവണല്ലോ അല്ലേ? ഇടവകയിലും ഒരുപാട് പള്ളിയിലെ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അതുണ്ട്. ഓക്കെ. അപ്പോ മോൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്റ്റേജ്, ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും അല്ല. അപ്പൊ മോൾക്കൊരു പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ? പേടിയില്ല. ശരി. അപ്പോ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഷോ ഇങ്ങനെ ഗുഡ്നസ് ടിവി കണ്ടക്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോ എന്തുകൊണ്ടായിരിക്കും മോള് വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഈശോയ്ക്ക് വേണ്ടി പാടാൻ, ഈശോയെ സ്തുതിച്ച് പാടാനായിട്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എല്ലാ സൺഡേസും പള്ളിയിൽ പോയി അവിടെ കൊയറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഗുഡ്. ഇന്നിപ്പോ മോള് പാടാൻ പോകുന്ന പാട്ട് മരിയൻ റൗണ്ടിലെ മരിയാമ്പികെ. ഓക്കെ. മാതാവിന്റെ ഒരു നല്ലൊരു ഗാനമാണ്. ഇന്നത്തേക്ക് വേണ്ടിയിട്ട് പഠിച്ച് റെഡിയായിട്ട് വന്നിരിക്കുകയാണോ? അതെ. ഓക്കെ. അപ്പോ നമ്മുടെ ഈ ഒരു വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ മാതാവിന്റെ ഗാനം നമ്മൾ കേൾക്കാൻ പോകുന്നു.
നന്നായിട്ട് പാടണം. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള സ്നേഹരൂപം, ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മറിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. കൃപയാർന്ന പൂങ്കാവനത്തിൽ
നന്നായിട്ട് പാടിയില്ലേ? പാടിയെന്ന് തോന്നുന്നു. എത്ര നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? അന്ന് പാടിക്കഴിഞ്ഞ് പോയ പിന്നെ പാടി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഓ, അന്നപ്പോ ആ പാട്ട് മാത്രമായിരുന്നു ആദ്യം സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പം പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്? അല്ല, 3 പാട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു പെർട്ടിക്കുലർ സോങ് വന്നപ്പോ അതിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അന്ന് അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു 2.5 മാസത്തോളമായി ഈ ഒരു പാട്ടിൽ തന്നെ. അപ്പൊ ഒരു ദിവസം എത്ര തവണ ഈ പാട്ട് പാടി പഠിക്കും? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം. അത്രേ ഉള്ളൂ ഒരു ദിവസം? ആഹാ, അത്രയൊക്കെ മതിയോ? ഞാൻ ചോദിച്ചു നോക്കട്ടെ, എന്താണ് അച്ഛാ, ഒരു ദിവസം 1-2 തവണ പാടിയാൽ മതിയോ? അത്യാവശ്യം 1 മാസം ഉണ്ടല്ലോ, 1.5 മാസം ഉണ്ടല്ലോ, അത് മതിയോ? മതി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു അച്ഛാ സെറയുടെ പാട്ട്? സേറ നന്നായി പാടി. കൺഗ്രാജുലേഷൻസ്. നല്ല സെലക്ഷൻ ആണ് ഈ പാട്ട്. ഇത് ആരുടെ പാട്ടാന്നറിയോ? ഫാദർ ഷാജി ഫാദർ. മ്യൂസിക്കും ഫാദർ ഷാജി. നല്ല ഒരു ലൈഫ് ഉള്ള ഒരു പാട്ടാണ് അത്. സേറ വളരെ കോൺഫിഡന്റ് ആയിട്ട് പാടുകയും ചെയ്തു. നല്ല ശബ്ദം, നല്ല ശബ്ദമാണ്, പവർഫുൾ സിംഗിങ്. പിന്നെ ഇവിടെ അനുപല്ലവിയിൽ 1-2 സ്ഥലത്ത് ചെറിയൊരു സ്പീഡ് വേരിയേഷൻ വന്ന പോലെ എനിക്ക് തോന്നി. ടെമ്പോ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ, അറിഞ്ഞറിയാതെ ചെറിയൊരു വേരിയേഷൻ വന്ന പോലെ തോന്നി. അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പാടി. അതിൻ്റെ മൊത്തത്തിലുള്ള പാട്ടിൻ്റെ ഒരു ഫീൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു ത്രൂ ഔട്ട് ദ സോങ്. കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ, സേറയുടെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡർ ചെയ്തു. വളരെ സ്മൈലൊക്കെ ചിരിച്ച് വളരെ പ്ലസൻ്റ് ആയിട്ട് ആ ഒരു ഭയങ്കര രസമായിരുന്നു ഇവിടുന്ന് കാണാനായിട്ട്. ഉടുപ്പും കോസ്റ്റ്യൂമും പിന്നെ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മാതാവിൻ്റെ ചിത്രങ്ങൾ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെരി വെൽ, എന്താ പറയുക, റെൻഡേഡ് സോങ്. ഓക്കെ. പിന്നെ എനിക്ക് ഒത്തിരി മോളുടെ ശബ്ദം വളരെ നല്ല ശബ്ദമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ പാടിയേക്കാളും നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ദിവസം പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നോ പാട്ടല്ലാതെ മറ്റേ ബാക്കിയുള്ള കർണാട്ടിക് എക്സസൈസുകളൊക്കെ? ദിവസം ഉണ്ടായില്ല. അത് ദിവസം മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മോൾക്കെന്ന് വെച്ചാൽ നല്ല ശബ്ദമാണ്, നല്ല നല്ല പ്രസൻസ് ഉള്ള, നല്ല ഗെയിനുള്ള വോയിസാണ്. അപ്പം അത് ദിവസം പ്രാക്ടീസ് ചെയ്താൽ അത് ഭംഗിയായിട്ട് വരുള്ളൂ. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ തങ്കപാത്രം പോലെയാണ് ശബ്ദം, അതിനെ തുടച്ചു വെക്കുമ്പോൾ അത് വീണ്ടും തിളങ്ങും. ഈ തുടയ്ക്കലാണ് ഈ പ്രാക്ടീസ്. ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് നന്നായി തിളങ്ങി നല്ല ശബ്ദമായിട്ട് മാറും. കാരണം നല്ലൊരു ശബ്ദം ദൈവം മോൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പാട്ടിൻ്റെ ചില സ്ഥലങ്ങളിൽ എൻഡ് ഫ്രേസസൊക്കെ ഷാർപ്പായി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ ശ്രുതി ബോക്സ് ഓണാക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യാറുണ്ടോ? ശ്രുതിപ്പെട്ടി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലും നമുക്ക് ആ ശ്രുതിയിൽ നമുക്ക് നിന്ന് നല്ല ശബ്ദമൊക്കെ നന്നായിട്ട് വരുള്ളൂ. കാരണം ശ്രുതി, അതുപോലെ ടെമ്പോ, മെട്രോണോം, അതൊക്കെ വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പം അതൊക്കെ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ അച്ഛൻ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ ഈ താളം കുറച്ച് ഇങ്ങനെ ചാടി വരുന്നുണ്ടായിരുന്നു, ചില ടുവേർഡ്സ് എൻഡ്, അതായത് അനുപല്ലവി, അതുപോലെ ചരണം. അപ്പോൾ അവിടെയൊക്കെ അത് പോവാതെ നിങ്ങൾക്കത് ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരാം. പക്ഷെ അത് ഇറ്റ് ഷുഡ് കം ഓൺ ബീറ്റ്, ചില ഫ്രേസുകളൊക്കെ. പക്ഷെ അതിങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായി തോന്നി. അപ്പം അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഫ്രം ലാസ്റ്റ് ടൈം. May God bless you. All the best. Thank you. സിസ്ലി, സേരക്കുട്ടി, എന്തോ നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഷാജി തുമ്പച്ചർ അച്ഛൻ്റെ പാട്ടാണ്. അച്ഛൻ വളരെ പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛനാ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, ഇങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് തന്നതിന്. ആൻഡ് മോൾ അത് സെലക്ട് ചെയ്തു. മോൾക്ക് പറ്റിയൊരു സോങ് ആയിരുന്നു. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ മോൾ വളരെ പ്ലസൻ്റ് ആയിരുന്നു ഓൺ ദ സ്റ്റേജ്. അത് നിങ്ങൾ ചിരിച്ച് പാടുമ്പോൾ നിങ്ങളത് പാട്ട് വളരെ ആസ്വദിച്ച് പാടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും.
സോ അതാണ് അതിൻ്റെ ഒരു ഗ്രേസ്. മോള് ചിരിച്ച് ത്രൂ ഔട്ട് പാടി, നല്ല എൻജോയ് ചെയ്ത് പാടി. പിന്നെ വാക്കുകൾ മോള് വളരെ നല്ല മലയാളമായിട്ട് തന്നെ പാടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. അതിലൊരു വെസ്റ്റേൺ ചൊവയോ ഇംഗ്ലീഷ് ചൊവയോ ഒന്നും വരാതെ നന്നായിട്ട് മലയാളം പ്രൊനൗൺസ് ചെയ്തു. ഒരു സ്ഥലത്ത് മോള് എനിക്ക് തോന്നുന്നു അനുപല്ലവിയില് നൃപ്പനേശുവിൻ കഴിഞ്ഞിട്ടുള്ള വാക്ക്, നൃപ്പനേശുവിൻ എന്നുള്ള വാക്കില്ല, അത് കഴിഞ്ഞിട്ട് എന്താ വരിക? പ്രിയനായി. അപ്പൊ ഇത് മെയിൽ സിംഗർ ആണോ പാടിയിരിക്കുന്നത്? അതെ. ആരാ പാടിയേ? MG ശ്രീകുമാർ സർ. അപ്പൊ മോള് പാടുമ്പോ പ്രിയയായി ഞാൻ എന്ന് പാടാം. അത് മെയിൽ ആയതുകൊണ്ടാണ് പ്രിയനായി എന്ന് വന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ലിറിക്സ് നോക്കുമ്പോൾ ആൻഡ് ചില പോർഷൻസിൽ മോളുടെ ചില ചെറിയ ന്യൂആൻസസ് ഭയങ്കര ഈ സോങ്ങിന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒന്ന് എടുത്തു പറയാനുള്ളത്, മോള് ലാസ്റ്റ് പല്ലവി പാടിയപ്പം ആത്മാവിലെ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വിബ്രാറ്റോ ഇട്ടു. മോൾ അറിഞ്ഞോണ്ടാണോ അറിയാതെയാണോ അത് വന്നേന്ന് അറിയില്ല, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതൊന്ന് ജസ്റ്റ് പാടാൻ പറ്റും. ഇപ്പൊ അത് വരുമോ എന്നറിയില്ല, ജസ്റ്റ് നോക്കാം. ആത്മാവിലെ എന്നുള്ള ആ ലൈൻ ഒന്ന് പാടാമോ? മരിയാമ്പികേ മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ ആത്മാവിലെ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വിബ്രാറ്റോ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. ചിലപ്പോൾ അറിയാതെ വന്നായിരിക്കും. അത് ഭയങ്കര ഈ സോങ്ങിന് പാടി വന്നപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ മനോജേട്ടൻ പറഞ്ഞാൽ എൻഡിങ്സ് മോൾ ഇച്ചിരിയും കൂടി സസ്റ്റെയിൻ തന്ന, ലാസ്റ്റ് എൻഡ് ചെയ്തൊക്കെ ഇല്ലേ, അപ്പം ഇച്ചിരിയും കൂടി ഒന്ന് പുഷ് ചെയ്ത് ആ വിബ്രാറ്റോ ഒക്കെ തന്ന് നിർത്തുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. അത്രയൊക്കെ ഉള്ളൂ. മോള് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു, കണ്ടോ? കണ്ടു. ആ അച്ഛനും മോളുടെ പാട്ട് കേട്ടോണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ ജഡ്ജസിന്റെ ഒക്കെ അഭിപ്രായം അറിഞ്ഞില്ലേ, നമുക്ക് ആ അച്ഛന്റെ അടുത്തും കൂടെ ചോദിക്കാം. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ജെയിംസ് അച്ഛാ ഞങ്ങളുടെ പ്രോഗ്രാമും കുട്ടികളെ പാട്ടൊക്കെ? പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു ഫാദർ. ഞാൻ ആ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ മാതാവിനെ ഒരു മഴവില്ലായിട്ട് ചിത്രീകരിക്കുന്നു. ആകാശത്തിലാണ് മഴവില്ല് വിരിയുക. എല്ലാവരും സന്തോഷപൂർവ്വം മഴവില്ല് നോക്കി നിൽക്കും, കാണും, അതിൽ സന്തോഷിക്കും. അതുപോലെ മാതാവ് ഒരു വരദായികയായിട്ട് മുകളിൽ നിന്ന് നമ്മളിലേക്ക് വരദാനങ്ങൾ ചൊരിയാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തിയുടെ എല്ലാ മനോഭാവവും സേറയുടെ പാട്ടിലൂടെ പ്രകടമായിരുന്നു. സന്തോഷപൂർവ്വം അത് പാടി വളരെ നന്നായിരുന്നു. കൺഗ്രാജുലേഷൻസ് സേറ. താങ്ക് യു ഫാദർ. താങ്ക് യു ഫാദർ. സന്തോഷായല്ലോ? സന്തോഷായി. വളരെ റിലാക്സ്ഡ് ആയിരുന്നു വന്ന് പാടിയപ്പോഴും എല്ലാം, അല്ലേ? നല്ല തറവായിരുന്നു പാട്ട്. അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നേരത്തെയും കൂടി ഉള്ള ഒരാളായതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? അതെല്ലാം പെർഫോമൻസിൽ കാണാനുണ്ടായിരുന്നു. നമുക്കിനി ചോദിച്ചാലോ? സിസ്ലി. സേറ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നി ഞാൻ 8 മാർക്സാ തന്നെ. ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ 8.5. താങ്ക് യു. 8.5. മനോജ് ചേട്ടാ? ഞാനും ആ ഇംപ്രൂവ്മെന്റ് കാണുന്നു. അപ്പൊ അതുകൊണ്ട് 8.5. താങ്ക് യു. പൊളിച്ചാ? സേറ നന്നായിട്ട് പാടി. 8.5. താങ്ക് യു ഫാദർ. ഒരുപാട് സന്തോഷായില്ലേ? സന്തോഷായി. അങ്ങനെ 24-ൽ നിന്നും ഇപ്പോ 25.5 മാർക്സ് ഓൺ 30, അല്ലേ? ഭയങ്കര സന്തോഷം. അത് സേറയുടെ ഫേസിലും ഐസിലും എല്ലാം അത് കാണാനുണ്ട്. പക്ഷെ മോളെ ഇനി ഒരു പാട്ടും കൂടി ഉണ്ട് ഈ ഫസ്റ്റ് റൗണ്ടില്. അപ്പൊ നെക്സ്റ്റ് പാട്ട് ഇതിലും ബെറ്റർ ആക്കാനായിട്ട് നോക്കണം കേട്ടോ സേറ. നമുക്ക് കാണാം കേട്ടോ അടുത്ത റൗണ്ടില്. ഓക്കെ. ലിയോ ലാലിച്ചനാണ് ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ പാട്ട് പാടാനായിട്ട് ഇവിടേക്ക് എത്താൻ പോകുന്നത്. വരൂ ലിയോ. യെസ് മിസ്റ്റർ കൂൾ ബോയ്, എങ്ങനെയുണ്ട്? സുഖം. ആ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ഇവിടെ വന്ന് 1-2 പാട്ടൊക്കെ പാടി പോയില്ലേ? എപ്പോഴും ഭയങ്കര കൂളാണോ? അതെ അതെ, എപ്പോഴും കൂളാണല്ലേ? ഏതാണ് അടുത്ത പാട്ട് ഇന്നിപ്പോ പാടാൻ പോകുന്നത്? ഇന്ന് മെലഡി മനമേ യേശുവിൻ പാതുകമാകും. ഓക്കെ. മോന്റെ ആദ്യത്തെ പാട്ടിൽ നിന്ന് നല്ല മാർക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നു രണ്ടാമത്തെ പാട്ടിലേക്ക് വന്നപ്പോ. അപ്പൊ മോൻ മൂന്നാമത്തെ പാട്ടിലേക്ക് വരുമ്പോ അതിനെക്കാട്ടിലും കൂടുതൽ വാങ്ങാനുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി പ്രാക്ടീസില്? കൂടുതൽ കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് പാടാൻ തോന്നി, പാടാൻ പറ്റി. പിന്നെ അത്രയൊക്കെ ഉള്ളു. അല്ല, അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് കൂട്ടിയോ വീട്ടില്? പിന്നെ കൂട്ടി. എത്ര തവണ ഇപ്പൊ ചെയ്യും? ഒരു 3-4 പ്രാവശ്യം ചെയ്യും. ഓക്കെ. അപ്പൊ നോക്കട്ടെ, കൂളായിട്ട് വന്നിട്ടുണ്ട്, ഒരു ടെൻഷനും ഇല്ല, അല്ലേ?
ഇത് മോന്റെ തന്നെ സ്റ്റേജ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അതെ അതെ അപ്പൊ നല്ല രീതിയിൽ പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നെഞ്ചരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നെഞ്ചരിയിൽ. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാണിത്യം നീ മൊഴിയും. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാണിത്യം നീ മൊഴിയും. പ്രഭു എന്നിൽ കനിയേണമേ, പ്രഭു എന്റെ ഹൃദയത്തിൽ വാഴേണമേ, പ്രഭു എന്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. പ്രഭു എന്നിൽ കനിയേണമേ, പ്രഭു നിന്റെ സ്നേഹം ചൊരിയണമേ, പ്രഭു എന്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നെഞ്ചരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. ലിയോനെ എപ്പ കണ്ടാലും ലിയോ ഭയങ്കര കൂളാണ് അല്ലേ? അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ? ആണ് പിന്നെ പിന്നെ അപ്പൊ എക്സാമിന് മാർക്കൊക്കെ കുറഞ്ഞാലും ഇങ്ങനെ തന്നെയാണോ? ചിലപ്പോ ചെലപ്പോ ഇങ്ങനെ എന്നാണോ? എന്താ ഉദ്ദേശിച്ചേ? നന്നായിട്ട് കുറഞ്ഞ എന്താ ചെറിയ വിഷമം വരും. അപ്പൊ കുറയാറുണ്ട് നന്നായിട്ട്. അല്ല, നന്നായിട്ട് കുറഞ്ഞ TP-ക്ക് മാത്രമേ കുറയത്തുള്ളൂ, അപ്പൊ മാത്രമേ പഠിക്കാതിരിക്കത്തുള്ളൂ. എക്സാം ഒക്കെ വരുമ്പോ പഠിക്കും. ഓഹോ, TP ടെസ്റ്റ് പേപ്പറോ? അതാണോ? അപ്പൊ അതെന്താ പഠിക്കാത്തെ? അത് കഴിയില്ല. പാവം, ഭയങ്കര ഇന്നസെന്റ്. അത് കഴിയില്ല, എനിക്ക് മടിയാ. അപ്പൊ മടിയനാണ് അല്ലേ? ചെറുതായിട്ട്. ഇടക്കള്ള. അപ്പൊ മടിയനുള്ള പണിയൊക്കെ ദേ ഇപ്പൊ നമ്മുടെ ജഡ്ജസ് തരും കേട്ടോ. ശരി മനോജ് ചേട്ടാ. ലിയോ, എന്തോ
എനിക്ക് ലിയോയുടെ ആ ഒരു ചിരിച്ചുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല ഹെയർ സ്റ്റൈൽ അതെ, വളരെ കൂളായിട്ടൊന്ന് വളരെ കൂളായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പാടുന്നതല്ല. അത് ഭയങ്കര ഒരു രവി ചേച്ചി പറഞ്ഞ പോലെ നല്ലൊരു ക്വാളിറ്റിയാണ് അത് കേട്ടോ. നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞു തന്ന ഈ ക്വാളിറ്റി അല്ല. എന്താ നിങ്ങൾ തന്നെ എനിക്ക് ക്വാളിറ്റി കാരണം ഞങ്ങള് കാരണമാണോ അങ്ങനെ കൂളായത്? വാവ്, ഫാന്റാസ്റ്റിക്. അപ്പൊ കൈയ്യടി ഞങ്ങൾക്കല്ലേ തരണ്ടേ? ഓക്കെ, എന്തായാലും എനിക്ക് ഈ ആറ്റിറ്റ്യൂഡ് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ പാട്ടും അതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാടി വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ഈ പാട്ട് ഇത്തിരി ടഫായിരുന്നു തോന്നൂല്ലേ? ശരി, ടഫായിരുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ നന്നായിട്ട്? പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ദിവസം ചെയ്തിരുന്നോ? പിന്നെ ആണോ? ഇപ്പൊ എത്രല്ല പഠിക്കുന്നേ? 7ല്. ഓക്കെ, ദിവസം ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. ചെയ്യുന്നുണ്ട്. കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? ഇത് ഏത് രാഗാന്നറിയോ? ഇത് കാപ്പി. അറിയാലോ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആ രാഗത്തിലുള്ള എന്താ പറയാ സരളി വരിശകള് അതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ജണ്ട് വരിശകള് അതുപോലെ വർണ്ണം അത്ര ആയിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനത്തെ എക്സസൈസുകളൊക്കെ വരുമ്പോ ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. മോനത് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു ഈ പാട്ട്. യു ട്രൈഡ് യുവർ ബെസ്റ്റ്. പിന്നെ പാട്ട് ഇത്തിരി ടഫാണ്. ഈ ഒരു റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പാട്ടാണ്. ദാസേട്ടനൊക്കെ പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ആളുടെ ഗമകങ്ങളും ആളുടേതായ കുറേ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പം അതെനിക്ക് നന്നായിട്ട് മോനെ അത് അറ്റംപ്റ്റ് ചെയ്തു. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ പിച്ച് ഒക്കെ ഒന്ന് എന്താ പറയുക ഷാർപ്പാവുന്നുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ. അപ്പം അതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മോന് കർണാട്ടിക് പഠിക്കുമ്പോൾ അത്തരത്തിലുള്ള ഫ്രേസസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്തായാലും വെൽ ട്രൈഡ് സോങ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിയാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോളച്ചാ ലിയോ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. ജെർസൺ ആന്റണി സാറിന്റെ മനോഹരമായിട്ടുള്ളൊരു ട്യൂണാണ് ഈ പാട്ട്. ജയൻ പള്ളുരുത്തി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ എഴുതിയിട്ടുള്ളതാണത്. അത് ഏറ്റവും പ്രത്യേകത ഒരു ഹിന്ദു സഹോദരൻ മനോഹരമായിട്ട് ക്രിസ്ത്യൻ ഭക്തിഗാനം. അതിൻ്റെ ആ ഒന്നാമത്തെ വരി തന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ളതാണ്. യേശുവിൻ പാതുകമാക്കൂ എന്നാണ് പറയുന്നത്, മാകൂ എന്നാണ് പറയുന്നത് അല്ലേ. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളൊക്കെയാണ്. ഇങ്ങനെ ക്രിസ്ത്യൻ ഡിവോഷനിൽ അങ്ങനെ ശക്തമായിട്ടുള്ള വരികൾ കുറവാണ്. പക്ഷെ നീ ഇത് പാടി ഒരു വിധം കൂടെ ഒപ്പിച്ചു എന്നാണ് പറയാൻ പറ്റുള്ളൂ അല്ലേ. എത്ര നാളായി ഇത് പ്രാക്ടീസ് തുടങ്ങിയിട്ട്? അതെനിക്കറിയില്ല, അത് എത്ര നാളായിന്ന് ചോദിക്കുന്നത്. 3-4 മാസം. ആരാ തന്നെ ഇത് പഠിപ്പിച്ചേ? ഇതില് ആ മനമേന്ന് എടുക്കുന്ന വ്യത്യാസം ഉണ്ടല്ലോ, അത് നോക്കണം. ഒറിജിനൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കണം. അതിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ പാടിയത് മാത്രം പോരാ, ഒറിജിനൽ കേൾക്കണം. ഇവിടെ മനോജ് സാറ് പറഞ്ഞ പോലെ ദാസേട്ടൻ പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണത്. അപ്പം അതിൻ്റെ ഒറിജിനൽ കേൾക്കുന്തോറും നമുക്കതിൻ്റെ ആ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങൾ നമ്മുടെ ചെവിയിൽ പതിയുക. നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കും വേണം, നല്ലത് പതിയുള്ളൂ. അതുപോലെ എന്താണ് നമ്മുടെ അനുപല്ലവിയിൽ പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ, അവിടെ ഭയങ്കര വ്യത്യാസം നീ പാടിയത് കേട്ടോ. ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും എന്ന് പറയുന്ന എൻഡ് ഉണ്ടല്ലോ, അപ്പൊ കുറച്ച് ശ്രദ്ധിക്കാണ്ട്. പിന്നെ കുറച്ചും കൂടി ഈ അക്ഷരങ്ങൾ കുറേയും കൂടി നന്നായി ഉച്ചരിക്കണം. ആ ഭാഷത്തേക്ക് ഒന്നും അധികം ടച്ച് ചെയ്യണില്ല. അതൊരു പ്രധാനപ്പെട്ട ഏരിയയും തന്നെയാണ് കേട്ടോ. ഒത്തിരി വാക്കുകളുണ്ട് അതിൽ. ഞാൻ എല്ലാം പറയും, പ്രഭു, പ്രാർത്ഥന, സാധന, കുറെ വാക്കുകളുണ്ട് അങ്ങനെ. അതൊക്കെ നന്നായി ഉച്ചരിക്കാൻ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ശീലിക്കണം. അപ്പൊ എന്തായാലും നല്ലൊരു, ഇവിടെ പറഞ്ഞതുപോലെ നല്ലൊരു അറ്റംപ്റ്റ് ആണ് നടത്തിയത്. ഓക്കെ, ഇനിയും ഇമ്പ്രൂവ് ചെയ്യട്ടെ. കുറെ കൂടി ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. ഈ പാട്ടില് മികച്ചു വരുന്നവരൊക്കെ എങ്ങനെയാ അവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം, ഭയങ്കര ഹാർഡ് വർക്കാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറ്റാണ്ട് പാട്ടിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. വളരെയധികം നമ്മൾ വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേട്ടങ്ങൾ വരും. ഓൾ ദ ബെസ്റ്റ് ലിയോ. ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് വരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. താങ്ക് യു ഫാദർ.
സിസ്ലി. ലിയോ. എന്തോ? ലിയോയുടെ സ്മാർട്ട്നെസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. ലിയോ ഇനിയിപ്പോ എന്ത് ചെയ്താലും അത് പിന്നെ വോയിസ് ഓഫ് ഗുഡ്നെസ്സിലെ ടെൻഡസ് കാരണ ഞാൻ ഇങ്ങനെ ആയേ എന്ന് പറയുവോ? ഏ സ്മാർട്ട്നെസ്സിന്റെ കാര്യത്തിൽ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ എന്തെങ്കിലും ഒപ്പിച്ച ഞങ്ങളുടെ അടുത്ത് പറയല്ലേ. അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെ. ഗുഡ് ബോയ് ആണ്. വെരി ഗുഡ്. കഴിഞ്ഞ റൗണ്ട്സിനേക്കാളും ഒക്കെ നല്ല സ്മാർട്ടായി വരുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോങ് ആയിരുന്നു. ആർക്കാണെങ്കിലും എന്താ പറയാ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ്. ജെർസൺ ചേട്ടൻ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. പിന്നെ അതുപോലെ ജയൻ ചേട്ടൻ, അതുപോലെ ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ മോനൊരു ഇച്ചിരി ഹെവി സോങ് ആയിരുന്നു ഈ പാട്ട്. എസ്പെഷ്യലി ദാസേട്ടൻ പാടി വെച്ചിരിക്കുന്നത് ആ മനമേ തന്നെ ഓരോ തവണ പാടുമ്പോഴും ഓരോ രീതിയിലാണ് പാടിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്തോ? ട്രൈ ചെയ്ത്. അപ്പം ഇവിടെ വന്നപ്പോ കൊറേ മനമയൊക്കെ അങ്ങ് മനമേ അങ്ങനെ അങ്ങ് വിട്ടു. ആ ബീച്ചിൽ അങ്ങ് മുങ്ങിപ്പോയി. അതിന് പല സംഗതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഏജിന് മോൻ അത് പാടാനായിട്ട്. പക്ഷെ ഈ പാട്ടിനേക്കാളും ഈ പാട്ട് നല്ലൊരു സോങ് ആണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മോന് ഒന്ന് അറ്റൻഡ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പൊ കുറച്ചും കൂടി ഒന്ന് മോൻ റിഹേഴ്സലൊക്കെ ചെയ്ത് ഒന്ന് ഒരുങ്ങുമല്ലോ. ഇപ്പം ഈ ഏർലി സ്റ്റേജിൽ ഈ പാട്ട് ഇച്ചിരി ഹെവി ആയി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ പ്രഭോ പറയുന്നിടത്ത് പ്രഭോ നായിപ്പോയി. ആ വാക്കുകളുടെ ഉച്ചാരണമൊക്കെ കുറച്ചും കൂടെ കറക്റ്റ് ആവായിരുന്നു. പിന്നെ ദാസേട്ടന്റെ പാട്ടുകൾ ഇനിയും മോൻ കേൾക്കാറുണ്ടോ പാട്ടുകൾ? കേൾക്കാറുണ്ട്. കുറച്ചും കൂടി കേൾക്കണം. ഇപ്പത്തെ നിലവിലുള്ള സോങ്സ് അല്ലാതെ നമ്മൾ പഴയ പാട്ടുകളും കൂടി അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരിക്കും. കാരണം ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻസൈക്ലോപീഡിയാണ്. ഈ ഒരു പാട്ടെടുത്താൽ മാത്രം തന്നെയും എന്തോരം കാര്യങ്ങളാണ് നമ്മളെ ദാസേട്ടൻ പഠിപ്പിക്കുന്നത്. ഈ പാട്ടിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. പാട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ ചെറിയ ചെറിയ ന്യൂആൻസസുകൾ, ചെറിയ ഫ്രേസിലൊക്കെ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഭയങ്കര മനോഹരമാണ്. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്ക് ചോദിക്കുന്നതിന് തൊട്ട് മുമ്പേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഇല്ലേ, നമുക്ക് ജെയിംസ് അച്ഛന്റെ അടുത്ത് മോന്റെ പാട്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കാം. മോൻ ചോദിക്കൂ. എന്റെ പാട്ട് ഇഷ്ടമായോ? എനിക്ക് വളരെ ഇഷ്ടമായി. താങ്ക് യു. അത് നല്ലൊരു പാട്ടായിരുന്നു. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നവര് കർത്താവിൻ്റെ പാപങ്ങൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം എത്രമാത്രം നമ്മൾ ദൈവസ്നേഹത്താൽ നിറയുന്നുവോ അതനുസരിച്ച് ദൈവം കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലും അടുത്തേക്കും വരുന്നതായിട്ടും ആ ദൈവീക ഭാവങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതുമായിട്ടുള്ള ഒരനുഭവമാണ് ആ പാട്ട് തരിക. ലിയോ അത് എൻ്റെ നോട്ടത്തിൽ വളരെ നന്നായി പാടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഫാദർ. ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം കേട്ടോ. സിസ്ലി. അപ്പോ മോന്റെ മാർക്സ് 7. താങ്ക് യു. ഓക്കെ. മനോജ് ചേട്ടാ. ലിയോ. എന്തോ? ലിയോക്ക് 7 മാർക്സ്. താങ്ക് യു. താങ്ക് യു. അച്ഛാ. ലിയോക്ക് 7 മാർക്ക്. താങ്ക് യു. 21 മാർക്സ് ആണ് 30 വന്നിരിക്കുന്നത്. സന്തോഷം? പിന്നെ സന്തോഷാണ്. സന്തോഷമായി. ആണോ? അപ്പൊ രണ്ടാമത്തെ പാട്ടിന് ഇതിനേക്കാളും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കുറച്ചും കൂടി ടഫ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്തത് മോന്റെ അമ്മയായിരുന്നോ? അപ്പൊ അമ്മോട് പറയണം ഇനി സെക്കൻഡ് ഇതിലേക്ക് വരുമ്പോ കുറച്ചും കൂടെ എനിക്ക് പറ്റുന്ന പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്ത് തരണേന്ന് കേട്ടോ. അപ്പൊ ശരി, പോയിട്ട് വരും, നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു. ബൈ. ഈ എപ്പിസോഡിലെ മൂന്നാമത്തെ ഗാനം, അതായത് ഈ എപ്പിസോഡിലെ ലാസ്റ്റ് ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. KJ ആഗ്നസ് ആണ് ഇനി മത്സരിക്കാനായിട്ട് എത്തുന്നത്. വരും. ഹലോ ആഗ്നസ്, എന്ത് പറയുന്നു? സുഖാണോ? കൊള്ളാലോ. ഡ്രസ്സിന് ചേർന്ന് നല്ല മാല, നല്ല തിളങ്ങുന്ന ഹെയർ ബാൻഡ്, ഇതൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ കാണുമ്പോ തന്നെ മനസ്സിലായി നമ്മോള് നല്ലൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് പാടാൻ പോണേന്ന് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വേഷം ഇട്ട് വന്നിരിക്കുന്നത്. ഏതാ ഇന്നിപ്പോ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എപ്പോഴും നമ്മള് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അവർ ഭയങ്കര ബീറ്റ് കൂടിയ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് പാടിയിട്ടാണ് ഷോ എൻഡ് ചെയ്യണത്.
അപ്പൊ ഭയങ്കര പഞ്ചിലായിരിക്കും അവർ ഷോ എൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മളെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ മോളുടെ പാട്ട് കേട്ട് എല്ലാവർക്കും അത്രയ്ക്കും ഒരു ഇഷ്ടം തോന്നി ആ പഞ്ച് ലെവൽ ഉണ്ടാക്കണം. റെഡിയാ ചെയ്യൂലോ അങ്ങനെ? ഏത് പാട്ടാ പാടുന്നേ? ആ അതിലെ നാമം. ഓക്കെ, ആ പാട്ട് പാടൂ, നന്നായിട്ട് പാടൂ. പാടി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ദൈവം തന്ന
മോള് നന്നായിട്ട് പാടിയല്ലേ? ആ പാടിയോ സിസ്ലി? ഞങ്ങൾ നന്നായിട്ട് പാടിയോ? പിന്നല്ല, ആഗ്നസ് നന്നായി പാടില്ലേ അല്ലേ? പിന്നെ എന്നോട് തന്നെയാണോന്നാണോ? അതെ, ആഗ്നസ് കുട്ടിയോട് തന്നെയാണ് കേട്ടോ. ക്ഷീണിച്ചു പോയോ ഈ പാട്ട് പാടിയിട്ട്? കുറച്ച് ക്ഷീണം ഉണ്ടായല്ലേ? ഓ, ആരാണേലും ക്ഷീണിച്ചു പോവും. എന്തൊരു സ്പീഡാ! ഫാസ്റ്റ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്രയും ഫാസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കുറച്ചും കൂടി ഒരു നമുക്ക് ശ്വാസമൊക്കെ എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാട്ട് എടുക്കായിരുന്നു. കുറച്ച് ശ്വാസം മുട്ടിപ്പോയോ അല്ലേ? വേർഡ്സ് ഒക്കെ ഒരുപാട് വേർഡ്സ്. എന്നിരുന്നാൽ പോലും മോള് ഞങ്ങളെ അതിശയിപ്പിച്ചു. കാരണം ഓരോ സാധാരണ ഇങ്ങനെ ഫാസ്റ്റാണ്, അടുത്ത ലൈൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബ്രെത്ത് എടുക്കാനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ ആ ലാസ്റ്റ് വേർഡ് അങ്ങ് വിടും. നാമം എന്ന് വരെ കേട്ടു. നാമാന്നൊക്കെ നമ്മളെ വിട്ടിട്ട് അടുത്ത ലൈനിലോട്ട് ചാടും. പക്ഷെ മോള് നാമം എന്ന് വരെ പറഞ്ഞിട്ടാണ് അടുത്ത ലൈനിലോട്ട് പോയത് കേട്ടോ. അപ്പം അങ്ങനെ വരെ നമുക്ക് വ്യക്തമായി. പക്ഷെ ഈ പാട്ട് പൊതുവെ ഒരു ഒത്തിരി വാക്കുകളും ഒത്തിരി ഫാസ്റ്റും ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, നമുക്ക് എന്താണെന്നുള്ള വാക്കുകളൊക്കെ ക്ലാരിറ്റി, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ വരുന്നോണ്ടുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ മോള് ജസ്റ്റിസ് കാണിച്ചു കേട്ടോ. എനിക്ക് തോന്നിയ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ റിതം ഫാസ്റ്റ് ആവണം എന്നല്ല, നമുക്ക് ആ പൊതുവെ ആ ഒരു പാട്ട് കുറച്ചും കൂടി ഒരു മെലഡി സോങ് അല്ലാതെ ഒരു ഇച്ചിരി കൂടി ഒരു ഫാസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. മോൾക്ക് പാടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള സോങ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാരാ മോളെ ചെയ്തിരിക്കുന്ന പാട്ട് അറിയോ? തുമ്പച്ചലച്ചന്റെ പാട്ടാണ്. ഓക്കെ ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം മോള് പാടിയത് അച്ഛന്റെ പാട്ടായിരുന്നോ? അല്ല, വേറെ പാട്ടാണ്. ഓക്കെ, നല്ല ട്രൈ ആയിരുന്നു കേട്ടോ. കുറച്ച് വാക്കുകളുടെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഗോപുരമേ നന്മതൻ പൂമരമേ ആ ഭാഗങ്ങളൊക്കെ ഇല്ലേ, അവിടെ ഇച്ചിരിയും കൂടിയൊക്കെ എന്താ പറയുക ക്ലാരിറ്റി ഉണ്ടാവാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ബേസിക്കലി ഈ സോങ്ങിൻ്റെ ആ റിതം ഇച്ചിരി ഫാസ്റ്റ് ആയതുകൊണ്ട് ഉള്ള തോന്നലേ ഉള്ളൂ. അതർവൈസ് നന്നായിട്ട് പാടി കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മനോജ് ചേട്ടാ. ആഗ്നസ് ഈ പാട്ട് പാടുമ്പോഴേ നല്ലൊരു ഓളായിരുന്നു ഇവിടെ. നല്ല ഒരു എനർജി, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. കൺഗ്രാജുലേഷൻസ്. നമ്മൾ വളരെ നന്നായിട്ട് ഈ പാട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ഈ പാട്ടിൻ്റെ അർത്ഥം പോലെ തന്നെ അമ്മ കൂടെ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ. ആ ഒരു ധൈര്യം, ആ ഒരു ചാലഞ്ച് ഈ പാട്ടിലുണ്ടായിരുന്നു. അത് ത്രൂ ഔട്ട് സോങ് അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് വാക്കുകളൊക്കെ നേരത്തെ സിസിലി പറഞ്ഞതുപോലെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ക്രഷ്ഡായിട്ട് പോവാം വാക്കുകളൊക്കെ. പക്ഷെ മോളൊക്കെ അതിനെ അതിജീവിച്ച് മാതാവ് കൂടെയുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല സ്പീഡുള്ളൊരു പാട്ടാണ്. പാടാൻ ഇത്തിരി വാക്കുകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നതുകൊണ്ടേ പാടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ മോളൊക്കെ അത് ഒരുവിധം നന്നായിട്ട്, നല്ല ബ്രെത്ത് കൺട്രോൾ ഉണ്ടല്ലോ. കാരണം ഇങ്ങനെ പാടി അവസാനം നേരത്തെ സിസിലി പറഞ്ഞതുപോലെ ആ വാക്കുകളൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു. നന്നായിട്ട് യു ട്രൈ ടു അറ്റംപ്റ്റ് ആ ഒരു വാക്കുകളൊക്കെ പറയാനായിട്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തിരി പാടാണ്, കാരണം ഇത്രയും ബ്രെത്ത് കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഈ പാട്ട് പാടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചാട്ടം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ബ്രത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലൊക്കെ ഒരുവിധം നന്നായിട്ട് മോളത് മെയിൻറ്റെയിൻ ചെയ്ത് പാടി. ഇത് പറഞ്ഞ പോലെ ഇനി പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള, കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റാവുന്ന പാട്ടൊന്ന് സെലക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോളച്ച. ആഗ്നസ് തകർത്തു പാടി. വളരെ ഇതെല്ലാം പറഞ്ഞതുപോലെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാട്ടാണ്, നല്ല വെല്ലുവിളിയാണ് ഈ പാട്ട്. അപ്പം അത് ആഗ്നസ് വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്ത പോലെ എനിക്ക് തോന്നി, വളരെ ഈസി ആയിട്ട്. ആഗ്നസിന് നല്ല വോയിസാണ്, ഗ്രേറ്റ് വോയിസ്. അത് ദൈവം തന്നുള്ള വലിയൊരു അനുഗ്രഹമാണ് ആഗ്നസ് കുട്ടിക്ക് അല്ലേ. പിന്നെ നല്ലൊരു പ്രൊഫഷണലിസം ഈ പാട്ടിൽ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സിംഗറിന് ഒരുപാട് റേഞ്ച് ഉണ്ടാവും, ഏതുതരം പാട്ടും വഴങ്ങും. അപ്പോൾ ആഗ്നസ് സ്ലോ മെലഡി നന്നായിട്ട് പാടി,
ഈ സ്പീഡ് മെലഡിയും ഒരുവിധം നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ഗിഫ്റ്റാണ്. ഏത് സ്റ്റൈല് പാട്ടും വഴങ്ങുക എന്ന് പറയുന്നത് റിയൽ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്തു. പിന്നെ ഇവിടെ മനോജ് സാറ് പറഞ്ഞ പോലെ ഞാനിവിടെ വരച്ചു വെച്ച എൻ്റെ കുരിശുമായി സ്വർഗയാത്രയിൽ അമ്മയോടൊത്ത് വൻ വിജയം ഞാൻ വരിച്ചിടും. ഇത് ആഗ്നസിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് തോന്നി. ശരിയാണോ? ആണ് അല്ലേ? ആഗ്നസ് പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയാണെന്ന് തോന്നുന്നു അല്ലേ? ആണോ? വെരി ഗുഡ്. അപ്പം അമ്മയോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയം വരും എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമ്മൾ ഇത് കാണുന്ന എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുക, പാടി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗ്നസ്. വലിയൊരു പ്രാർത്ഥന എല്ലാവരുടെ മനസ്സിലേക്കും പകർന്നു കൊടുക്കുകയാണ്. ഏതായാലും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും ഉയരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ മനോജ് സാറ് പറഞ്ഞു നല്ല ബ്രത്ത് കൺട്രോൾ. അതത്ര ഈസിയല്ല ഈ പ്രായത്തിൽ, ആഗ്നസിൻ്റെ പ്രായത്തിൽ. നല്ല ഒരു മച്യൂർ സ്റ്റൈലുണ്ട് കയ്യിൽ. ഇനി ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആഗ്നസ് സംസാരിക്കുമ്പോൾ തോന്നില്ല എത്ര സോഫ്റ്റ് ആയിട്ടാണ്, ഭയങ്കര ലോ ആയിട്ടല്ലേ സംസാരിക്കുന്നത്. പക്ഷെ ഇത്ര നല്ലൊരു ഹെവി ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടെടുത്തപ്പോൾ അത് ഭയങ്കര നല്ല രീതിയിൽ പെർഫോം ചെയ്തു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ അടുത്തും കൂടെ ചോദിക്കാം, മോളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന്. ജെയിംസ് അച്ഛാ, എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം നമ്മൾ മാതാവിൻ്റെ ജീവിതം നോക്കുമ്പോൾ യേശുവിൻ്റെ ഉത്ഭവം മുതൽ മരിച്ച് അടക്കപ്പെടുന്ന സമയം വരെ മാതാവ് യേശുവിനോട് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും സഹായമായിട്ടമ്മ നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാതാവിനെ സ്തുതിക്കുക. മാതാവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ മാതാവ് വഴി ഈശോയിലേക്ക് എത്തുവാനായിട്ടും മാതാവിലൂടെ പല അനുഗ്രഹങ്ങൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുമെല്ലാം മാറ്റിയെടുക്കുവാനൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമ്മയുടെ സഹായം പോലെ തന്നെ പരിശുദ്ധ അമ്മയുടെയും സഹായം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. അമ്മയുടെ സഹായമുണ്ടെങ്കിൽ എല്ലാം നേടാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യം ഈ പാട്ടിലൂടെ ആഗ്നസ് ഞങ്ങൾക്ക് തരികയായിരുന്നു. ആഗ്നസ് വളരെ നന്നായി പാടി. വളരെ സന്തോഷം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു ഫാദർ. ഇനി നമുക്ക് മാർക്ക് ചോദിക്കട്ടെ. പോളച്ചാ, ആഗ്നസിന് 8.5. വാവ്, 8.5 മാർക്സ്. മനോജ് ചേട്ടാ? അതിന്റെ അടുത്ത് തന്നെ 8 മാർക്സ്. ഓക്കേ. സിസ്ലി 8.5 ആണോ 8 ആണോ? ഇത്രയ്ക്കൊക്കെ ആലോചിക്കണോ? കൊടുത്തൂടെ? 8.5. ആ 0.5 എനിക്കാണ് കേട്ടാ. ഞാനാ ചോദിച്ചു വാങ്ങിച്ചു തന്നെ. ഞാൻ എടുത്തോട്ടെ? വേണ്ടേ? ഓക്കെ, മോൾക്ക് തന്നെയാണ്. അപ്പം മോൾക്ക് ഇപ്പോ ഈ ലാസ്റ്റ് പാട്ടിന് ലഭിച്ചിരിക്കുന്നത് 25 മാർക്സ് ആണ് 30-ല്. ഓക്കെ, മോളുടെ കൂടെ എപ്പോഴും, അത് എല്ലാ കുട്ടികളുടെയും കൂടെ അവരുടെ പാരൻസ് ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്താ പറയുക, ഈ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു ഇത് ആഗ്നസിന്റെ അമ്മയ്ക്കും കൂടെ ഡിസേർവ് ചെയ്തതാണ് ഈ പാട്ട് കേട്ടോ. ശരി, അപ്പൊ ഈ മാർക്കും അമ്മയ്ക്കും കൊടുക്കണം കേട്ടോ. അപ്പൊ പോയിട്ട് വരും. ബൈ. അങ്ങനെ പതിവ് പോലെ 3 ഗാനങ്ങളോടുകൂടി വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം കാണാം. ബൈ. അങ്ങനെ ഒരു ഭയങ്കര ഡെഡിക്കേഷനോടുകൂടിയാണ് അവർ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മ്യൂസീഷ്യൻസ് ആണ് നമ്മൾ ഓരോരുത്തരെയും, ഓരോ സിംഗേഴ്സിനെയും ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്ക് സ്നേഹപൂർവ്വം ഓർക്കാം കേട്ടോ. എന്തോ കെവിൻ പാടണ കേട്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു എന്ത് പറയണം എന്ന് ആലോചിച്ചിട്ട്. കാരണം
അത്ര ഗംഭീരമായിട്ട്. കെവിൻ ശരിക്കും 4ാം ക്ലാസ്സിൽ തന്നെയാണോ പഠിക്കണേ? ആ ആണല്ലേ? പക്ഷെ പെർഫോമൻസ് അതൊക്കെ ഒരുപാട് മേലെയാ. വളരെ നന്നായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പ്രശ്ന നല്ല സെലക്ഷനാണ് ഈ പാട്ട്. ഈ ഒരു മെലഡി റൗണ്ടിലേക്ക് നല്ല മെലഡി ഉള്ളൊരു പാട്ടാണ്. നല്ല ഭക്തി ഭാവം. പാട്ട് കേട്ടിരിക്കാനൊക്കെ ഞങ്ങൾ ആ കയ്യിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. യേശുവിൻ